ഹായ് സുഹൃത്ത്, നമസ്കാരം. വിരുണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഡെയിലി ഇപ്പോൾ ഓടുന്നത് ബോംബെ, ഗുജറാത്ത്. അവിടുന്ന് ഗുജറാത്തിൽ നിന്ന് നേരെ കോയമ്പത്തൂർ, നേരെ കേരളമാണ് ഓടിണ്ടിരിക്കുന്നത്. നമുക്ക് വാടകയുടെ ചെറിയൊരു പ്രശ്നം കാരണം കൊണ്ട് നല്ല രീതിയിൽ ഒന്നും ഓടാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ നേരെ ബോംബെയാണ് ഓടിണ്ടിരിക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു തട്ടിക്കൂട്ടായിട്ട് ഓടാം എന്നുള്ള രീതിയിലാണ് ഓടുന്നത്. അതെല്ലാ വണ്ടി പണിക്കാർക്കും എല്ലാ വണ്ടിയുടെ ഓണർമാർക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. ഞങ്ങൾ ഓടി തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം. ഞാനും എൻ്റെ കൂടെയുള്ളവനും ഞാനിപ്പോൾ കുറച്ച് കൊല്ലങ്ങളായി, ഞാനൊരു 10-17 കൊല്ലമായിട്ട് ഇപ്പോൾ ലൈനിൽ ഓടുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൂടെയുള്ളവനും ഞാനും കൂടി ഓടിയിട്ടുള്ള എൻ്റെ അവനോട് ചെറിയൊരു അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ചൊരു വീഡിയോ എടുത്താണ്. അവൻ്റെയും ഒരു അഭിപ്രായം അറിയണല്ലോ, അവന് ഇങ്ങനെ ഓടിയിട്ട് എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി ജസ്റ്റ്. അപ്പോൾ നമുക്ക് അവനോട് ചോദിക്കാം. ഹായ് ഷോബി. വിശേഷം? സുഖം. അതെ, നമുക്കിപ്പോൾ ലൈനിലിപ്പോൾ നമ്മൾ ബോംബെ, അത് കേരളത്തിൽ നിന്ന് നേരെ ബോംബെയും ഗുജറാത്ത് വാപ്പിയൊക്കെയാണ് നമ്മൾ ഓടിണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓടിയിട്ട് എങ്ങനെയുണ്ട്, നമ്മുടെ ഈ ലൈനിൽ ഓടിച്ചത് എങ്ങനെയുണ്ട്? നമുക്ക് നിനക്ക് വീട്ടിലേക്ക് ഇപ്പോൾ നാട്ടിൽ നിന്ന് പണിയാലും എന്തെങ്കിലും ഒരു വ്യത്യാസം, അതായത് പൈസ സാമ്പത്തികമായിട്ടേ ഇപ്പോൾ വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ബാറ്റ കാശ് എങ്ങനെ മുതലാവുന്നുണ്ടോ? എങ്ങനെയാ നിനക്ക്? മുതലാവായില്ല, എന്നാലും കുറച്ച് കുറവാണ്. എന്നാലും വാടക കുറവിന്റെ വിഷയം. പിന്നെ ചൂട് കൂടുതലാണ് ചേട്ടാ. അതിപ്പോഴല്ലേ ചൂട് കൂടുതൽ. എന്നാലും ഇപ്പോൾ ഇങ്ങനെ ഓടിണ്ടിരിക്കുമ്പോഴേ എങ്ങനെയുണ്ട് നിനക്ക് മാനസികമായിട്ട്? ഇങ്ങനെ ഓട്ടത്തിനെ കുറിച്ചുള്ള ടെൻഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ടെൻഷൻ ചെറുതായിട്ടൊക്കെ ടെൻഷൻ ഉണ്ട്. അതിലിപ്പോൾ വലിയ ഓട്ടലോട് കുറവൊന്നുമില്ലല്ലോ, നമുക്ക് ഡെയിലി ആയിട്ട് ഓടി നിൽക്കുന്നത്. എനിക്കും അറിയാതെ ഡെയിലി ഓട്ടമുണ്ട്. അവിടുന്ന് പോയാൽ നമുക്ക് എടുക്കണല്ലേ റിട്ടേൺ. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നായാലും ഇപ്പോൾ അല്ലെങ്കിൽ ഗുജറാത്ത് വാപ്പിൽ നിന്നായാലും ലോഡ് കയറ്റി വരുമ്പോൾ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളും ബാത്റൂമിൽ പോകുന്ന സൗകര്യങ്ങളെ കുറിച്ച് എങ്ങനെയുണ്ട്? ഇപ്പോൾ 2 വർഷമായാലോ? ഇപ്പോൾ എത്ര വർഷമായി? നീ ഇപ്പം എൻ്റെ കൂടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി ഈ കമ്പനിയിൽ? 2 വർഷമാവണം ഈ കമ്പനിയിൽ വന്നിട്ട്. എൻ്റെ ഒരു ചെറിയ ഓർമ്മയിൽ ഞാൻ പറഞ്ഞത് അതിൽ സൗകര്യങ്ങൾ, കുളിക്കാനുള്ള സൗകര്യങ്ങളും ഇതൊക്കെ. കുളിക്കാനുള്ള സൗകര്യം വളരെ മോശമാണ്. എന്നാലും നമ്മുടെ കിട്ടുന്ന സ്ഥലങ്ങൾ നമ്മള് ഹാപ്പിയായി കുളിച്ച് ഓടുന്നുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഷോബിന് ഇപ്പോൾ ഇത്ര നാളായിട്ട് ഓടിയിട്ടേ ഓടാനായിട്ട് ബുദ്ധിമുട്ടുള്ള സ്റ്റേറ്റ് ഏതാ? ഒന്ന് കർണാടക, പിന്നെ മഹാരാഷ്ട്ര. പക്ഷെ ഇതിൽ ഒരുപാട് വീഡിയോ വരുന്നില്ല, കർണാടകയാണ് ഏറ്റവും കൂടുതൽ ആർട്ടിഒ പൈസ പിടിക്കുന്നത്. അത് ഈ ലൈനുണ്ട് നമ്മുടെ വാപ്പിന്ന് ഓടിയിട്ട് വരുമ്പോൾ ഗുജറാത്ത്, ബിജാപ്പൂർ, ചിത്രദുർഗ വഴിയില്, ബാംഗ്ലൂര് ലൈനിലൊക്കെ നിറച്ച ആർട്ടിഒ വളരെ മോശമാണ്. അവര് തടുത്ത് നിർത്തി നമ്മുടെ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഒരു സമാധാനം ഇല്ല, മുതലാളിക്ക് കിട്ടേണ്ട ബാലൻസ് ഒക്കെ ആർട്ടിഒ വാടകയില്ല. ഒന്നതിൽ വാടകയിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോട് ഇതൊന്ന് പറയാം എന്നുള്ള രീതിയിൽ നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ ഇത് അവതരിപ്പിക്കും? ആളോട് 2 വാക്ക് ആളെ അവതോശാല എങ്ങനെ കാണണമെങ്കിലോ നമുക്കൊരു ഉപകാരമാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്ര ഉള്ളു. നമസ്തേ मोदी जी, जरा हम लोग को मदद कर दिए. बैंगलोर, कर्नाटका, महाराष्ट्र तक हर जगह पे आरटीओ खड़ा है. 300, 400, 500 ऐसा खाने के लिए गाड़ी रुकाता है, मारता है, बहुत परेशान करता है. ये वीडियो देख के हर जगह का बॉर्डर का चेक पोस्ट निकाल दीजिए. हम लोग को थोड़ा मदद कर दिए. सब സേഫ്റ്റി रखो. തമിഴിൽ സംസാരിക്കാൻ തരും. നമ്മുടെ തമിഴ് ചങ്കൾ ഒരുപാടുണ്ടല്ലോ നമുക്ക്. തമിഴില് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് മലയാളം അറിയും. എന്നാലും അതില് തമിഴില് നിനക്ക് അറിയുന്ന രീതിയിൽ തമിഴിൽ സംസാരിക്കും. എനിക്ക് അറിയുന്ന രീതിയിലാന്ന് വെച്ചാൽ നண்பர்களே கர்நாடக ஓடும்போது கர்நாடகா ஓட்டிட்டு இருக்கும்போது ரொம்ப தொந்தரவு தான் இந்த ஆர்டிஓ. கர்நாடகா, மகாராஷ்டிரா ஆர்டிஓ ரொம்ப தொந்தரவு தான். போலீஸும் ஆட்டோ போட்டுட்டு இருக்குது 200, 300. இது ஓனருக்கு மீதியான காசு தான், ஆனால் மீதி வரல. இது சும்மா கேஸு. அங்கே 5000, 1000 காசு கொடுக்கலன்னு வச்சா துரத்தி வந்து பிடிச்சிருது. 3000, 2000 எழுதி விடுவாங்க. திட்டுவாங்க, உதப்புவாங்க. அப்புறம் இந்த குண்டை விளையாட்டம் தான் இவருக்கு. அப்போது இதெல்லாம் பார்த்து இங்கே கொஞ்சம் வசதியாக இருக்குன்னா ஆளுங்களெல்லாம் இருந்தால் இது கொஞ்சம்
இங்க என்ன சொல்லுவேன் தமிழோட வராது ஆனாலும் நான் சொல்றது இந்த இதெல்லாம் check post, police எல்லாம் நிப்பாடணும் நிப்பாடணும். நிப்பாட்டணும். இங்க குஜராத்ல எல்லாம் பார்டர் கிடையாது. இங்க மகாராஷ்டிராவிலயோ கர்நாடகாவிலயும் தான் பார்டர். அது பைசா ஜாஸ்தி கேட்கறாங்க. கொடுக்காம இருந்தா அவர் திட்டுவாங்க, ஒதுக்குவாங்க. இதுக்கெல்லாம் ஒரு முடிவு பண்ணி இதெல்லாம் நிப்பாட்டணும். அவ்வளவுதான் ഞങ്ങൾക്ക് சொல்றதுக்கு இது இருக்குது. ஓகே ഓക്കെ ബായ് നண்பர்களே. നെക്സ്റ്റ് വീഡിയോയിൽ பார்க்கலாம். നെക്സ്റ്റ് വീഡിയോയിൽ ഇതൊക്കെ ഷോബിന് ലൈനിൽ 2 വർഷമായിട്ട് 2 വർഷം ആവാറായി ഓടിയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. ആൾക്ക് ഓടിയിട്ട് കുഴപ്പമില്ല. ഈ പോലീസ് മാറ്റി വെക്കുന്നത് ഭയങ്കര തൊന്തരവ്, പിന്നെ കള്ളന്മാർ വേറെ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്കും ടാറ്റാ ബൈ.